ആദ്യം ഇതേപോലെ ഒരു പാൻ എടുക്കുക. ഒരു സോസ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു കവറ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനത് മിൽമയുടെ ടോൺഡ് മിൽക്കാണ് ആഡ് ചെയ്യണത്, 1/2 ലിറ്റർ. അത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഇതേപോലത്തെ പുഡിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ കവർ തന്നെ ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിനുശേഷം ഒരു കോൺഫ്ലോർ വേണം. കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആവശ്യം. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഓരോ ടേബിൾ സ്പൂണായിട്ട് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ സൂക്ഷിച്ച് മിക്സ് ചെയ്തില്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഓരോരോ സ്പൂണായിട്ട് ആഡ് ചെയ്ത് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് മിക്സായി വരത്തില്ല. സോ ഓരോ സ്പൂണായിട്ട് ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പൊടിക്കാത്ത പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയം മധുരത്തിനാണ്. പുഡിങ്ങിനൊക്കെ എപ്പോഴും മീഡിയം മധുരമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വേണമെങ്കിൽ കൂടുതലും ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനുശേഷം നമ്മളിതായിപ്പോൾ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. സോ വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ കുറുകും. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ ഒരു ഗ്ലാസ് പോലെ സർഫസ്, ഒരു ഗ്ലാസ് ഫിനിഷ് വരും. അപ്പോൾ അതിലോട്ട് ഞാൻ വാനില എസൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമ്മുടെ ഏലക്കാപ്പൊടിയും ആഡ് ചെയ്യാം. അപ്പോൾ അത് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ ഒരു സർഫസ് നല്ല ഗ്ലാസ് പോലെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടറും ആഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, ഇത് ഓപ്ഷണലാണ്. സോ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഗ്ലാസ് ഫിനിഷായിട്ട് നമ്മുടെ ആ ഒരു സർഫസ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആ ഒരു കറക്റ്റ് പരുവം. സോ ഈ സമയത്ത് നമുക്ക് ഇത് വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. സോ അതേപോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം. നെക്സ്റ്റ് ഞാൻ കുറച്ച് ചെറിയ ബൗളുകൾ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ കുറച്ച് കട്ടോരി പാത്രങ്ങളും പിന്നെ കുറച്ച് സെറാമിക് കപ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലെല്ലാം ബട്ടർ തടവിയിട്ടുണ്ട്. ബട്ടർ നല്ലോണം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു വന്നിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ പുഡിങ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതിനുശേഷം ചൂടോടെ തന്നെ ഞാൻ ഇതിലോട്ട് സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 വരെ, ഒരു ബൗളിൻ്റെ അല്ലെങ്കിൽ കപ്പിൻ്റെ ഒരു 1/4 വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പാത്രങ്ങളിലോട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ കപ്സിലോട്ടും പാത്രങ്ങളിലോട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പകരമായിട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിപ്പോൾ അത് സാധാരണ കോക്കനട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു പാനിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കുമ്പോൾ ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. സോ നമ്മളിത് നല്ലോണം ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുത്ത് തന്നെ ചൂടാക്കുക. അപ്പോൾ അത് ചൂടായി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സോ സൂക്ഷിച്ച് തന്നെ ചെയ്യുക, കളറൊന്നും ചേഞ്ച് ആവാതിരിക്കുക. സോ അത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കോക്കനട്ട് എത്തുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഇതാണ് നമ്മുടെ DIY ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് മെയിൻലി നമുക്കൊരു ഐസ്ക്രീം പോലെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു പുഡിങ്ങാണ്. വേണമെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് മോൾഡ് ചെയ്ത് പ്ലേറ്റിലോട്ടൊക്കെ ഒന്ന് വച്ച് കൊടുക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ സ്റ്റീൽ പാത്രങ്ങളിലായിരിക്കും വയ്ക്കാൻ കൂടുതൽ നല്ലത്. അതിനുശേഷം ഞാൻ കോക്കനട്ട് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യുമ്പോൾ കോക്കനട്ട് വേണമെന്നില്ല, വേണമെങ്കിൽ ഒന്ന് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചെറിയും പിന്നെ കുറച്ച് കാഷ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ
ഇപ്പോൾ ചെറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇതിപ്പോൾ നല്ലൊരു വൈറ്റ് കളറാണ്, നല്ലൊരു ഒരു ജെല്ലി പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് സ്നോ പുഡിംഗ് എന്ന് പറയാനായിട്ട് പറ്റും. സോ ഇപ്പോൾ നമ്മളിതാ കാണുന്നുണ്ടല്ലോ, നമ്മൾ അതൊന്ന് അനക്കുമ്പോൾ നല്ലോണം ഒന്ന് ജെല്ലി പോലെ തന്നെ ആവുന്ന ഒരു പുഡിങ്ങാണ്. സോ നമ്മുടെ സ്നോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്.